അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് മക്കളെ മസ്ജിദുൽ ഹറം കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് മസ്ജിദുൽ ഹറം. ഈ കാണുന്ന വലിയ പള്ളിയുടെ ഉള്ളിലാണ് നമ്മുടെ പരിശുദ്ധമായ കഅബ ഉള്ളത് കേട്ടോ. പള്ളിക്കകത്ത് കയറാൻ 210ഓളം ഗേറ്റ് ആണ് ഉള്ളത്. പുരുഷന്മാരാണെങ്കിൽ ഇഹ്റാമിന്റെ വേഷത്തിലാണെങ്കിൽ ഈ സെക്യൂരിറ്റിക്കാർ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പൊ ഈ കാണുന്ന ഒന്നാമത്തെ ഗേറ്റിലൂടെയാണ് ഞാൻ നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്കലേറ്റർ കാണാൻ പറ്റും. ആ എക്സ്കലേറ്റർ പോയി നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് ആ ഒരു കഅബ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കഅബ കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു സ്വീകരിക്കും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ കഅബ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? എന്റെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാം. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ദുആ ചെയ്ത് കഴിഞ്ഞാലും, എന്ത് ഹലാലായ ഉദ്ദേശത്തോടു കൂടി ദുആ ചെയ്ത് കഴിഞ്ഞാലും ആ ദുആ എന്ത് ചെയ്യും? പടച്ചോൻ സ്വീകരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കഅബ. അപ്പൊ നമ്മുടെ കഅബക്ക് ചുറ്റും പള്ളിയാണ്. ഈ പള്ളിയുടെ നടുഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ കഅബ ശരീഫ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തവാഫ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കഅബയുടെ ആ മൂല കണ്ടോ, ഒരു ഡിസൈൻ ആയിട്ട് മൂല കണ്ടോ? ആ മൂലയുടെ താഴെയായിട്ടാണ് നമ്മുടെ ഹജറുൽ അസ്വദ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഹജറുൽ അസ്വദിന്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് വാതിൽ കാണാൻ പറ്റും. കഅബയുടെ വാതിലുണ്ട്. ഈ വാതിൽ കംപ്ലീറ്റ് ഗോൾഡ് ആണ്. പിന്നെ കഅബയുടെ കില്ല കണ്ടോ? കില്ലയിൽ നമുക്ക് ഒരുപാട് സ്വർണ്ണ കളറുള്ള ഒരുപാട് ഡിസൈനുകൾ കാണാൻ പറ്റും. ആ ഡിസൈൻ കംപ്ലീറ്റും സ്വർണ്ണം കൊണ്ടുള്ള നൂല് കൊണ്ടാണ് ആ ഒരു ഡിസൈൻ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കഅബയുടെ തൊട്ടടുത്ത് കാണുന്ന ഈ സംഭവം കണ്ടോ? ഇതാണ് ഇബ്രാഹിം മക്കാം. അതായത് ഇതിനകത്താണ് എന്തുള്ളത്? ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് ഉള്ളത് കേട്ടോ. അപ്പൊ ഇബ്രാഹിം മക്കാമിന്റെ തൊട്ട് ബാക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അതിന് ഒരുപാട് പ്രതിഫലം ഉള്ളതാണ്. പിന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ സംസം വരുന്നത് കേട്ടോ. അപ്പൊ കഅബ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ബാക്കി അടുത്ത വീഡിയോ കേട്ടോ.